أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും സ്നേഹാധീനരായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വായിക്കുവാനും പഠിക്കുവാനും പ്രേരിപ്പിച്ച ഒരു മതമാണ്. അറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുവാൻ മടിക്കേണ്ടതില്ല എന്ന് കൽപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. വായിക്കുവാനോടുള്ള കൽപ്പന, അങ്ങനെ ഒരു കൽപ്പന തുടക്കമായി ഒരേ ഒരു വേദഗ്രന്ഥത്തിൽ അഥവാ വിശുദ്ധ ഖുർആനിലാണ് അവതീർണമായത്. അറിവ് നേടുക എന്നുള്ളത് ഒരു ഇബാദത്തായി പരിഗണിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അറിവെന്ന ആയുധം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വായത്തമാക്കേണ്ടത് നിർബന്ധമാണ്. നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ യുദ്ധത്തടവുകാരെ മോചിപ്പിച്ചത്, മോചനദ്രവ്യം നൽകിയത് അറിവ് പകർന്നു കൊടുത്തതിൻ്റെ പേരിലാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അറിവ് വർദ്ധിക്കുവാൻ നിത്യവും പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച ആയത്തുകൾ നമുക്കറിയാം. വായന തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങണമെന്ന് കൽപ്പിച്ച പരിശുദ്ധ ഖുർആൻ അറിവില്ലാത്ത ഒരു കാര്യത്തിൻ്റെ പിന്നിൽ വിശ്വാസികളെ നിങ്ങൾ പോകരുത് എന്നും വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചു. ചരിത്രം പഠിക്കുവാനും അറിവ് നേടുവാനും നിങ്ങൾ പല രാജ്യങ്ങളിൽ കൂടി സഞ്ചരിക്കുക എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അറിവ് തേടുവാൻ ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അവന് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പരലോകത്ത് 3 കാര്യങ്ങൾ ഗുണകരമാവുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് പ്രയോജനപ്രദമായ അറിവ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിദ്യയാണ്, അറിവാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നും അത് കവർന്നെടുക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നും പഠിച്ചവരാണ് നാം. സ്കൂളുകളിലൊക്കെ ആ വിദ്യയുടെ പ്രാധാന്യം, വിദ്യാധനം സർവധനാൽ പ്രധാനമാണ് എന്നും അത് ഓരോരുത്തരും സ്വായത്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം ചെറുപ്പത്തിലെ സ്കൂളുകളിൽ നിന്നും പഠിച്ചതാണ്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണല്ലോ നാം ഈ അറിവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് ഇൽമിനെ നേടിയെടുക്കുക എന്നുള്ളത്. അറിവ് തേടുക എന്നുള്ളത് ഓരോ വിശ്വാസിനികൾക്കും നിർബന്ധ കാര്യമാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ പ്രാധാന്യം പരിശുദ്ധ ഖുർആനിൽ ദശക്കണക്കിന് ആയത്തുകളിൽ നമുക്ക് സുപരിചിതമാണ്. എത്രത്തോളമാണ് അറിവിൻ്റെ ആൾക്കാർക്ക് അള്ളാഹുവിനെ ഭയപ്പെടുക, റബ്ബിനെ ഭയപ്പെടുന്നവർ അറിവുള്ളവർ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൽ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യവും ഉള്ളവർക്ക് മാത്രമേ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിൽ ഭയപ്പെടുവാൻ സാധ്യമാവൂ എന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആരാണ് അറിവുള്ളവർ എന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അൽ ആലിം, അറിവുള്ളവൻ എന്ന് പറയുന്നത് ബിറഹ്മാനി മിൻ ഇബാദിഹി മൻ ലം യുശ്രിക് ബിഹി ഷൈആ,
ഏറ്റവും വലിയ അറിവാളി എന്ന് പറയുന്നത്, അറിവ് സമ്പാദിച്ചവൻ എന്ന് പറയുന്നത് അള്ളാഹുവിൽ ഒരിക്കലും ശിർക്ക് ചെയ്യാത്തവനാണ്. അള്ളാഹുവിൽ പങ്കാളിയാകാതെ ജീവിക്കുന്നവൻ, ശിർക്ക് ചെയ്യാത്ത ഏതൊരു മനുഷ്യനുണ്ടോ അവനാണ് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ, ഇസ്ലാമിക പ്രതലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവനാണ് ഏറ്റവും വലിയ അറിവാളി എന്ന്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അറിവ് നേടുക എന്നുള്ളതാണ്. ആദ്യമായിട്ടുള്ള കൽപ്പന നമസ്കാരത്തെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ സക്കാത്തിനെക്കുറിച്ചോ ആയിരുന്നില്ല. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പഠിപ്പിച്ച ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അവ്വലു നിഅമത്തിൻ അൻഅമല്ലാഹു ബിഹാ അലാ ഹാദൽ ഇൻസാനി ബഅദ ഖൽഖിഹി, അള്ളാഹു മനുഷ്യനെ പടച്ചതിന് ശേഷം അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അറിവാണ്, ഇൽമാണ്. ആ ഇൽമ എന്ന് പറയുന്നത് അന്നഅല്ലമഹു, ആ അറിവാണ് മനുഷ്യർക്ക് ആദ്യമായി അള്ളാഹു നൽകുന്ന അനുഗ്രഹമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാരണം പ്രവാചകന്മാരുടെ നിയോഗം പോലും അജ്ഞരായ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലും നാം വായിക്കാറുണ്ട്. സൂറത്ത് ജുമുഅയുടെ 2-ാമത്തെ ആയത്ത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അജ്ഞരായ ഒരു മനുഷ്യ സമൂഹം തീരെ വലാലത്തിലായ ഒരു സമൂഹത്തിലേക്ക്, അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുവാനും അവരെ സംസ്കരിക്കുവാനും വേദഗ്രന്ഥവും തത്വവും പഠിപ്പിക്കുവാനും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നാം നിയോഗിച്ചുവെന്നാണ്. അവരാരായിരുന്നു? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്ന ആ ഒരു സമൂഹത്തെ സംസ്കാരം കൊണ്ട് പഠിപ്പിച്ചെടുത്തു. ഖുർആൻ കൊണ്ടും അതിൻ്റെ വിശദീകരണങ്ങൾ കൊണ്ടും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തെ ഉത്തമരായ സമുദായമായി വളർത്തിയെടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂറത്തുൽ മുജാദല അതിലെ 11-ാമത്തെ ആയത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു സദസ്സിൽ ചെയ്യേണ്ട മര്യാദയെക്കുറിച്ച്, ഒരു സദസ്സിൽ നിന്നും പോകണമെങ്കിൽ അവിടെയും കൃത്യമായിട്ടുള്ള ചില മര്യാദകൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും, നിങ്ങളുടെ മജ്ലിസുകളിൽ, ഇരിപ്പിടങ്ങളിൽ വിശാലത ചെയ്യൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത ചെയ്യണം. വഇദാ ഖീല അൻശുസൂ ഫൻശുസൂ, നിങ്ങൾ അവിടെ നിന്ന് എണീക്കണമെന്നാണോ കൽപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ എണീറ്റു കൊടുക്കണം. നമുക്കറിയാം, നാം സാധാരണ ബസ്സുകളിലും മറ്റും യാത്ര ചെയ്യുന്നവരാണ്. ഓരോരുത്തർക്കും ചിലപ്പോൾ സംവരണ സീറ്റുകൾ അവിടെ ഉണ്ടാകും. വികലാംഗർക്ക്, സ്ത്രീകൾക്ക്, മുതിർന്ന പൗരന്മാർക്ക്, അങ്ങനെ വ്യത്യസ്തമായ സംവരണങ്ങളുള്ള ബസ്സിലായിരിക്കാം നാം യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ സംവരണത്തിലാണ് അനർഹമായി നാം ഇരിക്കുന്നുവെങ്കിൽ അർഹമായവർ വന്ന് എണീക്കാൻ പറയുമ്പോൾ എണീറ്റു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാം ദീനിൻ്റെ മൗലികമായ ഒരു കാഴ്ചപ്പാടാണ്. 2 പേർ ഇരിക്കാവുന്നുള്ളവിടത്ത് 3 പേർക്ക് ഇരിക്കാൻ പഠിപ്പിച്ചു വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ നിന്നും വിശ്വസിച്ചവരെയും അറിവ് നൽകിയവരെയും പല പടികളായി അല്ലാഹു തആല ഉയർത്തിയിരിക്കുകയാണ്. അവർ സാധാരണയുള്ളവരല്ല.
അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാവുകയില്ല. അറിവുള്ളവർ അറിവില്ലാത്തവരെക്കാളും ദറജ കൂടിയവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ പലരുടെയും ആദരവ് എന്ന് പറയുന്നത് പണക്കാർക്കും പ്രമാണിമാർക്കും മാത്രമായി സംവരണം ചെയ്തു വച്ചിരിക്കുന്ന വലിയ ഒരു ദുരവസ്ഥയായി മാറിയിരിക്കുകയാണ്. അത് മതസംഘടനകളാകട്ടെ സാംസ്കാരിക മേഖലകളിലാകട്ടെ പലപ്പോഴും നാം കണ്ടുപോകുന്നത് സാമ്പത്തികമായി മുന്നോക്കമുള്ളവർക്ക് പ്രത്യേകമായ ഒരു പരിഗണന, നാട്ടിലുള്ള പ്രമാണിമാർക്ക് പ്രത്യേകമായ ഒരു പരിഗണന, അവിടെ ഇൽമുള്ളവർക്ക് പരിഗണന നൽകുന്നില്ല, അല്ലാഹുവിലുള്ള തൗഹീദുള്ളവർക്ക് പരിഗണന നൽകുന്നില്ല. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ അറിവാളികൾക്ക് അല്ലാഹു നൽകുന്ന ആ ദറജയെക്കുറിച്ച് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം, അല്ലാഹുവിന്റെ പ്രവാചകരെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു അധ്യായം ഇറങ്ങി. 80-ാം അധ്യായം സൂറത്തുൽ അബസ നമുക്ക് ഹൃദ്യസ്ഥമാണ്. എന്താണ് ആ ചരിത്ര പശ്ചാത്തലം? അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മക്കയിലുള്ള പ്രമാണിമാരുമായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ വരവ് പ്രവാചകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്. പ്രവാചകരുടെ മുഖം ചുളിഞ്ഞുപോയി എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, പ്രവാചക, താങ്കളുടെ മുഖം ചുളിച്ചുപോയി. മുഖം ചുളിച്ചു പ്രവാചകൻ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു. ആ കണ്ണ് കാണാത്ത ആ മനുഷ്യൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയാസം നേരിട്ടുവോ? പ്രവാചകരെ, താങ്കൾക്ക് എന്തറിയാം? അവരെക്കാളും വിശുദ്ധി നേടിയവർ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം ആയിരിക്കാം. അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ആ ചിന്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന് ഉപകാരപ്പെട്ടേക്കാം. ഈ അധ്യായം ഇറങ്ങിയതിന് ശേഷം പലപ്പോഴും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ സദസ്സിൽ വരുമ്പോഴേക്കും പ്രവാചകൻ പറയുമായിരുന്നു, മർഹബാ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന് സ്വാഗതം. എന്നെ ഏതൊരാളുടെ കാരണത്താൽ അല്ലാഹു ആക്ഷേപിച്ചുവോ ആ സ്വഹാബിക്ക് സ്വാഗതം എന്നും പറഞ്ഞുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ വെൽക്കം ചെയ്തതായി മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത്, തൗഹീദുള്ളവർക്കാണ് പ്രാധാന്യം നൽകേണ്ടത്, അറിവുള്ളവർക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അതാണ് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാനായി ചില മുശ്രിക്കുകൾ വരികയാണ്. വന്നപ്പോൾ പ്രവാചകരുടെ സദസ്സിൽ ബിലാൽ റളിയല്ലാഹു അൻഹു, അബീ ദർദാ റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള അടിമകളും ദരിദ്രരുമായിട്ടുള്ള ചില സ്വഹാബികൾ പ്രവാചകരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചില മുശ്രിക്കുകൾ കണ്ടപ്പോൾ ആ മുശ്രിക്കുകൾ പ്രവാചകരോട് പറഞ്ഞു, അല്ലയോ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ, ഞങ്ങൾ ഇസ്ലാം പുൽകണമെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള അടിമകളെയും ദരിദ്രരെയും അവിടെ നിന്നും ഇറക്കി വിടുക, എന്നിട്ട് ഞങ്ങളെ പരിഗണിക്കുക, എങ്കിൽ നിങ്ങളെ പുൽകാം എന്ന് പ്രവാചകരോട് ചില ധനാഢ്യരായ മുശ്രിക്കുകൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സകമറിയുന്ന റഹ്മാനായ റബ്ബ് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇറക്കുകയാണ്. സൂറത്തുൽ കഹ്ഫിലെ 26-ാമത്തെ ആയത്ത്, 28-ാമത്തെ ആയത്ത്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തി ദുനിയാ. അല്ലയോ പ്രവാചക, അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ ദരിദ്രരായിരിക്കാം, ഒരുപക്ഷെ വിരൂപികളായിരിക്കാം, ഒരുപക്ഷെ ഉന്നത കുടുംബക്കാരല്ലാത്തവരായിരിക്കാം, പക്ഷേ അവരെയാണ് താങ്കൾ തൃപ്തിപ്പെടേണ്ടത്. ഒരിക്കലും ദുനിയാവിന്റെ സീനത്തിലേക്ക് അവർക്ക് ധനമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്, അവർ സമ്പന്നരാണ് എന്നും പറഞ്ഞുകൊണ്ട്
അവരിലേക്ക് താങ്കളുടെ കണ്ണുകളെ മാറ്റിക്കളയരുതേ പ്രവാചക. എപ്പോഴും താങ്കൾ പരിഗണിക്കേണ്ടത് തൗഹീദുള്ളവരോടായിരിക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹുവിനെ ഖുശൂഅോടുകൂടി ജീവിക്കുന്നവരോടായിരിക്കണം താങ്കൾ പരിഗണിക്കേണ്ടത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ഇവിടെ തുരീദ് സീനത്തുൽ ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അത് പണവും പ്രതാപവുമാണ്. പണവും പ്രതാപവും ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണത്തിലും മാനദണ്ഡമാകരുത്. ഒരു വിശ്വാസിക്ക് മാനദണ്ഡമാകേണ്ടത് അവൻ ദരിദ്രനായിരുന്നാലും അവൻ സമ്പന്നതയിൽ കുറവുള്ളവനായിരുന്നാലും പരിഗണിക്കേണ്ടത് തൗഹീദുള്ളവനാണോ, അവൻ ഉന്നത കുടുംബത്തിൽപ്പെട്ടവനല്ല എങ്കിലും നീ തൗഹീദുള്ളവർക്ക് പരിഗണന നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ മഹാനായ അബീ ദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ, ഡമസ്കസിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്, മദീനയിൽ നിന്നും ഒരു മനുഷ്യൻ കാണുവാൻ വരികയാണ്. അബീ ദർദാ റളിയല്ലാഹു അൻഹുവിനെ ചോദിക്കുകയാണ്, എന്താണ് അങ്ങയുടെ ആവശ്യം, എന്തിനാ ഇങ്ങോട്ട് വന്നത്, എന്തെങ്കിലും കച്ചവടമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും വന്ന മനുഷ്യൻ പറയുകയാണ്, ഇല്ല അബീ ദർദാ, അങ്ങയിൽ നിന്നും ഹദീസ് ശേഖരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അമാ ജിഅ്ത ലിഹാജത്തിൻ, വേറെ ഒരു ഉദ്ദേശവും നിനക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ആ മനുഷ്യൻ പറയുകയാണ്, ഇല്ല അബീ ദർദാ, അങ്ങയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ വന്നത് വിജ്ഞാനം തേടിക്കൊണ്ടാണ്, അത് മാത്രമാണ് അങ്ങയോടുള്ള ലക്ഷ്യമെന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ അബീ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബിയിൽ നിന്നും ഞാൻ കേട്ട ഒരു കാര്യം ഇതാ നിന്നെ പഠിപ്പിക്കുകയാണ്. മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ സലകല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും വിജ്ഞാനം തേടിക്കൊണ്ട് ഒരു വഴിയിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിന്റെ വഴി അവന് എളുപ്പമാക്കി കൊടുക്കും, സ്വർഗ വഴി എളുപ്പമാക്കി കൊടുക്കും. അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട ഹദീസ് അബീ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരാണോ വിജ്ഞാനം തേടി അന്വേഷിക്കുന്നവർ അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ചിറകുകൾ വീയിച്ചു കൊടുക്കും. കടലിലെ മത്സ്യങ്ങൾ പോലും, ആകാശഭൂമിയിലുള്ളവർ പാപമോചനത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. മാത്രവുമല്ല, അറിവിന്റെ പ്രസക്തിയും ഇൽമ് നേടിയവന്റെ പ്രാധാന്യവും അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഫളുൽ ആലിം, വിജ്ഞാനമുള്ളവന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അലൽ ആബിദി കഫളൽ ഖമറി അലാ സായിരിൽ കവാകിബ്, അറിവ് നേടിയവന്റെ മഹത്വം നക്ഷത്രങ്ങൾക്ക് മേൽ ചന്ദ്രന് എത്രമാത്രം മഹത്വമുണ്ടോ അതുപോലെയാണ് അറിവ് നേടിയ ഒരു മനുഷ്യൻ ആബിദിനേക്കാളും മഹത്വമുള്ളവൻ, ഇബാദുള്ളവനേക്കാൾ, അള്ളാഹുവിനെ ആരാധിക്കുന്നവനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ ഫളലായവൻ, ശ്രേഷ്ഠതയുള്ളവൻ അറിവ് നേടിയവനാണ്. അതുകൊണ്ടാണ് മുഹദ്ദിസീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അറിവ് നേടിക്കൊണ്ട് വേണം ഒരു ഇബാദത്ത് ചെയ്യുവാൻ, നമസ്കരിക്കുവാൻ, നോമ്പ് നോക്കുവാൻ, മറ്റുള്ള സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നേടിയെടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ യാന്ത്രികമായിട്ടുള്ള ചില കർമ്മങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോകും. അതുകൊണ്ടാണ് അറിവ് നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആബിദിനേക്കാളും മഹത്വമുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രവാചകർ പറഞ്ഞുവല്ലോ, ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, അറിവുള്ളവൻ എന്ന് പറയുന്നത്, ഇൽമ് നേടുക എന്ന് പറയുന്നത് അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഇൽമ് നേടിയ ഒരാൾ, അറിവ് നേടിയ ഒരാൾ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. ഇന്നൽ അംബിയാ അലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ ഇന്നമാ വറസുൽ ഇൽമ്, നബിമാരാകട്ടെ അംബിയാക്കന്മാരാകട്ടെ ദീനാറോ ദിർഹമോ അല്ല, അവർ വിജ്ഞാനത്തിനാണ് പ്രാധാന്യം നൽകിയത്. വിജ്ഞാനമാണ് അവർക്ക് അനന്തരാവകാശമായി അവർ നേടിയത് എന്ന്
അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കേൾക്കുകയും പഠിക്കുകയും ചെയ്ത അറിവുകളാണ്, ഹദീസുകളാണ്. ജീവിതത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കുന്നുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഖുർആനെ കുറിച്ച് പഠിക്കുവാനായിട്ടുള്ള സമയം നാം മാറ്റിവെക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിശ്വാസികളെ ഇന്നത്തെ ഖുതുബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തേണ്ട സുപ്രധാനമായിട്ടുള്ള ചില വിഷയമെന്ന് നാം മറന്നു പോകരുത്. അറിവാളികളും അറിവില്ലാത്തവരും സമന്മാരല്ലെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുമെന്നാണ്. അറിവാളികൾക്ക് വേണ്ടി, അറിവ് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലുസ് സമാവാതി വൽ അർളീൻ ഹത്താ അൻ-നംലത ഫീ ജുഹ്രിഹാ വഹത്താൽ ഹൂത് ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസി ഖൈർ. അല്ലാഹുവിന്റെ മലക്കുകളും മാളത്തിലുള്ള ഉറുമ്പും മത്സ്യവും ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അനുഗ്രഹം ചെയ്യുമെന്നാണ്. മറ്റുള്ളവർ അല്ലാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുമെന്നാണ്. പാപം പൊറുക്കണമേ, സ്വർഗത്തിൽ ഒരു ഇടം കൊടുക്കണമേ, മഹത്വം ഉന്നതമാക്കണമേ എന്ന് മത്സ്യവും മലക്കുകളും ആകാശഭൂമികളിലുള്ളവർ അറിവ് നേടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നത്തെ ഉസ്താദുമാരുടെയൊക്കെ ചില അവസ്ഥകൾ സോഷ്യൽ മീഡിയകളിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതപ്പെട്ടു പോയി. സോഷ്യൽ മീഡിയയുടെ ദുർവിനിയോഗത്തെ കുറിച്ച് പോലും മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ചില മുസ്ലിയാക്കന്മാർ വിദ്യാർത്ഥിനികളോട് പോലും മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നാം അറിയുമ്പോൾ ഞെട്ടലോടെയാണ് മാതാപിതാക്കൾ ഈ ഉസ്താദുമാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ എവിടെ നിന്നാണ് അറിവ് പകർന്നത്? എവിടെ നിന്നാണ് അറിവ് നേടിയത്? അതാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണ്. അറിവുള്ളവർ എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം എന്താണ്? ശിർക്ക് ചെയ്യാത്തവരാണ്. ശിർക്ക് ചെയ്യാത്തവരാണ് ആലിമിന്റെ ഗുണം. ശിർക്ക് ചെയ്യാത്തവരാണ് അറിവാളിയുടെ ഗുണം എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ചെയ്യുന്നതെല്ലാം ശിർക്ക്, ചെയ്യുന്നതെല്ലാം ബിദ്അത്ത്. സോഷ്യൽ മീഡിയകളിൽ കൂടി അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് പിന്നെ എങ്ങനെയാ വിദ്യാർത്ഥിനികളോട് മര്യാദയായി പെരുമാറുവാൻ സാധിക്കുക? സോഷ്യൽ മീഡിയകളിൽ കൂടി വിദ്യാർത്ഥിനികളോട് മോശമായ പ്രവൃത്തി ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന പോക്സോ ചിന്തകൾക്ക് പോലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന മുസ്ലിയാക്കന്മാരുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം അല്ലാഹുവിനെ അവർ ഭയപ്പെടുന്നില്ല. റബ്ബിനെ ഭയപ്പെടുന്ന, ശിർക്ക് ചെയ്യാതെ ജീവിതത്തിൽ നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെടുത്തരുതേ എന്ന് പറയുന്ന ദാഇമാരെ പോലും കുഞ്ഞണം കുത്തിക്കൊണ്ട്, അവരെ മോശപ്പെടുത്തിക്കൊണ്ട്, അവരെ മോശം വാക്കുകൾ കൂടി പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു നൽകുന്ന ശിക്ഷയെന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കൂ. നഊദു ബില്ലാഹ്. അല്ലാഹുവിൽ അഭയം തേടുക സഹോദരങ്ങളെ, അല്ലാഹുവിൽ ശരണം തേടുക സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ലയസല്ലൂന അലാ മുഅല്ലിമിൻ നാസി ഖൈർ. ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി, അങ്ങനെയുള്ള മുഅല്ലിമിന് വേണ്ടി മലക്കുകളും മത്സ്യവും ഉറുമ്പുകളും പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന ഇൽമ് അത് അവർക്ക് ഗുണകരമായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണശേഷവും അവരുടെ ഖബറിൽ കൂടി അതിന്റെ ദറജ, അതിന്റെ പവിത്രത, അതിന്റെ ഗരിമ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് സ്വഹീഹ് മുസ്ലിമിലെ 1631 നമ്പർ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇദാ മാത്തൽ ഇൻസാൻ ഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസത്തിൻ ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹൻ യദ്ഉ ലഹു. 3 കാര്യങ്ങളല്ലാതെ എല്ലാം മുറിഞ്ഞു പോകുമെന്ന് പ്രവാചകർ പഠിപ്പിച്ചതു. അല്ലാഹുവിന്റെ പ്രവാചകർ 3 കാര്യങ്ങളിൽ പ്രധാനമായത് ജാരിയായ സ്വദഖയാണ്. രണ്ടാമത് പ്രവാചകൻ എണ്ണിയത് ഉപകാരപ്പെടുന്ന ഇൽമാണ്. സഹോദരങ്ങളെ, ഉപകാരപ്പെടുന്ന ഇൽമ്. ആ ഉപകാരപ്പെടുന്ന ഇൽമിന് വേണ്ടി
അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, എന്തെങ്കിലുമൊക്കെ അറിവ് നേടുക എന്നുള്ളതല്ല, രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന അറിവ് അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരപ്പെടാത്ത ഇൽമിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ. എന്നിട്ട് സ്വഹാബികളോട്, വിശ്വാസികളോട് അള്ളാന്റെ റസൂൽ പറയുകയാണ്, സലുല്ലാഹ ഇൽമൻ നാഫിഅ, നിങ്ങൾ നാഫിഅയ ഇൽമിന് വേണ്ടി അള്ളാഹിനോട് ചോദിക്കണം. വതഅവ്വദൂ ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഉ, അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടണം, ഉപകാരപ്പെടാത്ത അറിവ് നീ നൽകല്ലേ അല്ലാ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണമെന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണ്? ലക്ഷക്കണക്കിന് വില വരുന്ന മൊബൈലാണോ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഉപകരണങ്ങളാണോ? അല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ, ഒരു പിതാവ് ഉത്തമ സംസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു സമ്മാനവും മക്കൾക്ക് നൽകുന്നില്ല. ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് നല്ല മര്യാദയാണ്. ഖുർആനും സുന്നത്തുമുള്ള ആ അറിവാണ് ഒരു വാപ്പയ്ക്ക്, ഒരു ഉമ്മക്ക് മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കൽപ്പന, വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സ്വന്തത്തെയും മാതാപിതാക്കളെയും മക്കളെയും ഇണകളെയും വേണ്ടപ്പെട്ടവരെയുമെല്ലാം നരകത്തിൽ നിന്നും കാത്തുകൊള്ളുവാൻ നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വിശ്വാസികളോട് പറയുന്നത് സൂറത്തു തഹരീമിലെ 6-ാമത്തെ ആയത്താണ്. സഹോദരങ്ങളെ, ഇന്ന് മദ്രസകളുടെ പ്രസക്തി ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ, നമ്മുടെ മക്കളെ ഉന്നതമായ പഠന നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വലിയ ഒരു ജോലി വാങ്ങിക്കൊടുക്കുവാനുള്ള വ്യഗ്രതയിലാണ്. വേണ്ട എന്നല്ല ഈ പറയുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ദുനിയാവ് വേണം, ആത്യന്തികമായി പരലോകവും വേണം. സഹോദരങ്ങളെ, മക്കൾക്ക് ദുനിയാവിൻ്റെ ഉന്നതമായ കലാലയങ്ങളുടെ വിജ്ഞാനം നാം നുകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ മദ്രസ പഠനങ്ങൾ, ഇൽമിയായ അറിവുകൾ, ദീനിയായ അറിവുകൾ അവർക്ക് നുകരേണ്ടതും പകർന്നു കൊടുക്കേണ്ടതും മാതാപിതാക്കളെ നമ്മളുടെ കടമയാണ്. ഇന്ന് മോറൽ സ്കൂളുകൾ, അതുപോലെ മദ്രസ പഠനം തീർന്നതിന് ശേഷവും ഞായറാഴ്ചകളിൽ ഖുർആൻ ക്ലാസുകൾ നമ്മുടെ ഈ സെന്ററുകൾ തന്നെയുണ്ട്. പഠിപ്പിക്കുവാനുള്ള പ്രേരണ മാതാപിതാക്കളെ നമുക്കുണ്ട്. ആ മക്കൾക്ക് വിജ്ഞാനം നുകരുന്ന കാര്യത്തിൽ ഒരു ശുഷ്കാന്തിയും ഒരു ജാഗ്രതയും വേണമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഏറ്റവും ഉത്തമമായ ഒരു തലമുറയാണ് മദ്രസ പ്രവർത്തനം അത് നിലനിർത്തുന്നത്. കുട്ടികളിൽ മൂല്യങ്ങളും സ്വഭാവശുദ്ധിയും അത് വർദ്ധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആത്യന്തികമായി ഉത്തമമായ ഒരു തലമുറയാണ് മദ്രസയിൽ കൂടി വളർത്തിയെടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് സലഫി മദ്രസകളുടെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗരിമയെന്ന് പറയുന്നത് ഖുർആനും സ്വഹീഹായ ഹദീസുകളിലും മാത്രമേ അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. അറബി അക്ഷരങ്ങളുടെ പ്രാധാന്യം, അറബി മലയാളം ഒരിക്കലും അവിടെ നിങ്ങൾക്ക് കാണുകയില്ല. സമയം വെറുതെ അങ്ങനെയുള്ള ഒരു വിജ്ഞാനം ഇസ്ലാം പഠിപ്പിക്കുന്നതില്ല എന്നതുകൊണ്ട് തന്നെ നാം ശുദ്ധമായ അറബി അവിടെ പഠിപ്പിക്കുകയും അതിന് അനുബന്ധമായിട്ടുള്ള ഖുർആനും സുന്നത്തും നാം പഠിപ്പിച്ചു കൊടുക്കുകയും എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അവർ മാറ്റിയെടുക്കുകയും ചെയ്യും. അതാണ് ഒരു സലഫി മദ്രസയുടെ വ്യതിരിക്തതയും പ്രസക്തിയും. നാം കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടുവല്ലോ, നമ്പർ 13 ചൊല്ലിയുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ചർവണമായിട്ടുള്ള ഒരു ഡിസ്കസ് സോഷ്യൽ മീഡിയകളിൽ കൂടി കണ്ടതാണ്. പല ഗവൺമെന്റുകൾ വരുമ്പോഴും 13 നമ്പറുള്ള കാറിനെ സ്വീകരിക്കുവാൻ മന്ത്രിമാർ പോലും, ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പോലും, പ്രത്യേകിച്ച് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകളുടെ മന്ത്രിമാർ അത് ഏറ്റെടുക്കുവാൻ കൂട്ടാക്കുകയില്ല. എന്താണ് അവരുടെ വിശ്വാസം? 13 എന്ന് പറയുന്നത് എന്തോ ഒരു അശുഭകരമായ ഒരു നമ്പറാണ്, എന്തോ ഒരു അന്ധവിശ്വാസം അതിൽ കുടികൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ആ നമ്പർ സ്വീകരിച്ചാൽ 13 നമ്പർ മുറി അവർ തിരസ്കരിക്കുകയാണ്, ആ നമ്പർ കാറ് അവർ തിരസ്കരിക്കുകയാണ്, ആ നമ്പറുള്ള പലതരം വ്യവസ്ഥാപിതമായിട്ടുള്ള ഇടപെടലുകളും അവർ ഒഴിവാക്കുകയാണ്. എന്തേ കാരണം? അതിൽ എന്തോ ഒരു അശുഭകരമായ ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ മുസീബത്ത് വരുമെന്നാണ്, ജീവിതത്തിൽ ബലാകൾ വരുമെന്നാണ്. അതുകൊണ്ട് ഞാനില്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ നാം കണ്ടതാണ്, അതിന് മുസ്ലിം നാമധാരിയായ ഷാജി എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് ആ നമ്പർ സ്വീകരിച്ചത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നമുക്കറിയാവുന്നത് അല്ലാഹു ആലം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്. സലഫി മദ്രസകളിൽ നിന്നും പഠിച്ച ആ അറിവിൻ്റെ പ്രചോദനമാണ് ആ അന്ധവിശ്വാസം. എനിക്ക് ബാധകമല്ല. ആ വിശ്വാസത്തെ തകർത്തെറിയുകയാണ്. ബലാ മുസീബത്തുകൾ നൽകുന്നവൻ അല്ലാഹുവാണ്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്ത ഒരു മുസീബത്തുകളും ബാധിക്കുകയില്ല എന്ന് പ്രവാചക പ്രഖ്യാപിക്കുക എന്നുള്ള സൂറത്തു തൗബയുടെ 51-ാമത്തെ ആയത്താണ് അതുപോലെയുള്ളവർക്ക് പ്രചോദനമായി വരുന്നത്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അതുകൊണ്ട് നമ്മുടെ മക്കളുടെ മദ്രസാ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി നാം അതിന് പ്രാധാന്യം നൽകണം. സത്യവിശ്വാസികളെ, എന്തിനു വേണ്ടിയാണ്? പരലോകത്തും ഇഹലോകത്തും നമുക്ക് നന്മകൾ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ വേണ്ടി. പരലോകത്താകട്ടെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന നമുക്ക് മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസുകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോഴേക്കും അവർ നിരാശപ്പെടുകയില്ല. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഖൈറും ശർറും മിനല്ലാഹി തആല എന്നുള്ള അചഞ്ചലമായ വിശ്വാസം അവന്റെ മനസ്സിൽ സന്നിവേശിപ്പിക്കുവാൻ മദ്രസ പ്രവർത്തനം അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ മതത്തിൽ ഒരുപാട് വിവരമുള്ളവനാക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ മതത്തിൽ അള്ളാഹു നമുക്ക് വിവരം നൽകുമെന്നാണ്, ഇൽമ് നൽകുമെന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ പ്രാർത്ഥനയും അത്തരം ഇൽമിന് വേണ്ടിയാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. സല്ലല്ലാഹു ഇൽമൻ നാഫിഅ. റബ്ബിനോട് നാം ചോദിക്കണം, പ്രയോജനപ്രദമായ അറിവ് നീ നൽകണം അല്ലാ. പ്രയോജനപ്രദമല്ലാത്ത അറിവിനെ തൊട്ട് അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണം എന്നുള്ള ആ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ആ പ്രാർത്ഥനയിൽ മുന്നേറുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.